ഏതു സ്വത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മകൻ എന്നെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ചത്, ആ സ്വത്തുക്കൾ മുഴുവൻ എന്റെ സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ല. ശിവാനി, ആന്റി വാ. പവിത്ര, എന്തിനാ പവിത്ര ഞങ്ങളോട് ഈ ചതി ചെയ്തത്? അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി കൊടുത്തില്ലേ പവിത്ര? നിന്റെ മകൾക്ക് ചോര കൊടുത്ത് രക്ഷിച്ചവളല്ലേ ഇവള്? CKC നിന്നെ കൊന്നുകളയുന്നുള്ള ഘട്ടം വന്നപ്പോ നീ എവിടെയുണ്ടെന്ന് കണ്ടെത്തി നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഞങ്ങളല്ലേ? എന്നിട്ടും സമയത്ത് നീ വാക്ക് മാറ്റി കളഞ്ഞല്ലോ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒന്നും വിശ്വസിക്കരുതെന്ന്. അപ്പോഴും ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രാണനെ പോലെ കാണുന്ന മകളെ കൊണ്ട് സത്യം ചെയ്ത നീ കാലുമാറി കളയുമെന്ന് ഞാൻ കരുതിയില്ല. CKC വല്ല നക്കാപ്പിച്ച് എറിഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ നീ വീണ്ടും അയാളുടെ പക്ഷം ചേർന്നല്ലേ? സർ പ്ലീസ് ഒരൊറ്റ മിനിറ്റ്. ഇവൻ എന്തിനാണിത് ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയണം സർ. പറയൂ പവിത്ര, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും നീ സത്യം പറയാമെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ട് നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. പ്രണവ് സാറിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ CKC സാറും ജ്യോതി മാഡവും അല്ല. എന്ത്? എനിക്ക് ഗൗതം സാറിനോടുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യം ഞാനതിന്റെ പക വീട്ടിയതാ. തീർന്നില്ല പ്രശ്നം. തീർന്നിട്ടില്ല. ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞാലേ നിന്റെ നാവ് ഇറങ്ങിപ്പോവും. എനിക്കറിയാം പവിത്ര, എന്തോ കാരണമുണ്ട് ഇതിന്റെ പിന്നില്. ഒന്നുകിൽ നീ പണത്തിന് വേണ്ടി ഞങ്ങളെ ചതിച്ചു, മകൾക്ക് വേണ്ടി നീ എന്തും ചെയ്യുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാ. വേണ്ടി വന്ന ആ കുഞ്ഞിനെ പോലും നീ പണത്തിന് വേണ്ടി ഒറ്റും. മാഡം അങ്ങനെയൊന്നും പറയരുത്. എന്റെ അവസ്ഥ അതായി പോയി. അതുകൊണ്ട് എനിക്ക് കോടതിയിൽ കള്ളം പറയേണ്ടി വന്നത്. അപ്പോ പറഞ്ഞത് കള്ളമാണെന്ന് നീ സമ്മതിക്കുന്നുണ്ടല്ലേ? പറ പവിത്ര, എന്താ കാര്യം? എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. അന്ന് നമ്മൾ പ്രണവ് സാറിനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയ ദിവസം എന്റെ ഭാര്യ മായ മാഡത്തിനെ വിളിച്ചത് ഓർമ്മയുണ്ടോ? ഹലോ മായ. മാഡം എന്തായി മാഡം? ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഭാര്യ വിളിച്ചതാ. മായ ധൈര്യമായിട്ടിരിക്കെ. പവിത്രന് ഒരു കുഴപ്പമില്ല. ആളിപ്പോ എന്റെ കൂടെ തന്നെയുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മാഡം? ഫോണൊന്ന് പുള്ളിയുടെ കൊടുക്കോ? അതെന്താ അങ്ങനെ കൊടുക്കാവോന്നൊക്കെ ചോദിക്കുന്നത്? ഞാൻ കൊടുക്കാം, നിങ്ങൾ സംസാരിക്കും. ദാ പവിത്ര, മായയോട് സംസാരിക്കും. ഞാനൊന്ന് പുറത്തിറങ്ങി സംസാരിച്ചല്ലോ മാഡം. ഓ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചെല്ലു. ഫോണിന്റെ ചാർജ് തീരുന്നത് വരെ സംസാരിക്കും. അത് കഴിയുമ്പോ ഇങ്ങ് തന്നേക്കണേ, പിന്നെ ചാർജ് ചെയ്തിട്ട് തരാം. ശരി. ഹലോ മായ. ഇനിയിപ്പോ എന്തിനാ നീ കരയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിധി മേഡം എന്നെ രക്ഷിച്ചില്ലേ? പിന്നെ ഇവിടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന കാറിൽ തന്നെ അങ്ങോട്ട് വരാം. അതല്ല ഞാൻ പറയാൻ വന്നത്. എന്തു പറയുന്നു പവിത്രൻ സാർ? പുതിയ രക്ഷക, പുതിയ കൂട്ടുകെട്ട്, സംഗതി ജോറായിട്ടുണ്ട്. പക്ഷേ നൈസായിട്ടൊന്ന് പാളി കേട്ടോ.
നിന്റെ ഭാര്യ മോളും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ് കേട്ടോ. സർ പ്ലീസ് സർ. നിർത്തടാ. സാറോ? ഏത് സാറ്?